പ്രിയ ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സാത്താൻ ലോകത്തിൻ്റെ അധികാരവും മഹത്വവും തൻ്റെ കൈവശമാണെന്നും താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുമെന്നും അവകാശപ്പെടുന്നത് നാം കാണുന്നു. ഈ ലോകത്തിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളും അധികാരവും പലപ്പോഴും ഒരു കെണിയാണെന്നും അവ ആത്മീയ നാശത്തിലേക്ക് നയിക്കുമെന്നും ക്രിസ്തു ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. സാത്താൻ്റെ ആധിപത്യത്തിന് വഴങ്ങുന്നവർ ലോകത്തിൻ്റെ രീതികളോട് പൊരുത്തപ്പെടുകയും ഭൗതിക സമ്പത്തിനെ തങ്ങളുടെ വിഗ്രഹം ആക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം വസിക്കുന്നത് സമ്പന്നമായ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് താഴ്മയുള്ള ഹൃദയങ്ങളിലാണെന്ന് വചനം വ്യക്തമാക്കുന്നു. ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളത് ദൈവം നൽകുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ വഴിയിൽ സമ്പത്ത് കുന്നുകൂട്ടുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ കാരണമാകും എന്ന് തിരിച്ചറിയണം. ഈ ലോകം സാത്താൻ്റെ താൽക്കാലിക സ്വാധീനത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ദൈവത്തെ മാത്രം ആരാധിക്കാൻ നാം ശ്രദ്ധിക്കണം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള പാത കഠിനവും മുള്ളുകൾ നിറഞ്ഞതുമാണെങ്കിൽ നരകത്തിലേക്കുള്ള വഴി പരവതാനി വിരിച്ചതും ഭൗതിക സുഖങ്ങളാൽ സമ്പന്നവുമാണ്. ഈ ലോകത്തിലെ ധനത്തേക്കാൾ സ്വർഗീയ നിക്ഷേപങ്ങൾ തേടുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. ഹൃദയം ലൗകിക വസ്തുക്കളിൽ ബന്ധിക്കപ്പെട്ടിരുന്നാൽ ആത്മീയമായി വളരാൻ നമുക്ക് സാധിക്കുകയില്ല. ലളിതവും വിശുദ്ധവുമായ ജീവിതത്തിലൂടെ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ ഇടം നൽകാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് എന്നമായിരിക്കെ നമ്മുടെ മുൻഗണനകൾ പുനർപരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ലോകത്തിൻ്റെ പ്രൗഢിയിലും സമ്പത്തിലും മയങ്ങിക്കിടക്കുന്നവർക്ക് കർത്താവിൻ്റെ പെട്ടെന്നുള്ള വരവ് ഒരു വലിയ ആഘാതമായിരിക്കും. നാം തിരഞ്ഞെടുക്കുന്ന വഴി ഇടുങ്ങിയതാണെങ്കിലും അത് നിത്യജീവൻ്റെ പാതയാണെന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കണം. കർത്താവ് വരുമ്പോൾ അവിടുന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ പണപ്പെട്ടിയിലുള്ള സമ്പത്തല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയാണ്. ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് ആത്മീയ ജാഗ്രത കുറയ്ക്കാൻ കാരണമാകുമെന്ന് സഭ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ലോകത്തോടെ അനുരൂപപ്പെടാതെ ദൈവഹിതത്തിന് അനുസൃതമായി ജീവിച്ച് ആത്മീയമായി ഉണർന്നിരിക്കാം. നിത്യമായ ദൈവരാജ്യത്തിലെ അവകാശികളാകാൻ ലൗകികമായ വിഗ്രഹങ്ങളെ വെടിഞ്ഞ് നമുക്ക് മിശിഹായെ കാത്തിരിക്കാം. കർത്താവായ യേശുവെ, അവിടുത്തെ മഹത്വപൂർണ്ണമായ വരവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനായി ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാം. ആമേൻ.